എടാ മോനെ, അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വരും, അച്ഛൻ പറഞ്ഞു. ഒരു പുരുഷനാകുമ്പോൾ ധാരാളം ഇതുപോലുള്ള സന്ദർഭം ഉണ്ടാകും. അന്തം വിട്ട് കുത്തിയിരിക്കുകയല്ല വേണ്ടത്. വീട്ടിലും കൂട്ടുകാരോടും വിളിച്ചു ചോദിക്കേ. അവൾ പറയാതെ പോയില്ലേ അച്ഛ, നിഖിൽ പറഞ്ഞു. നീ പറഞ്ഞിട്ടാണോ പോയത്? അമ്മ അവസരം പാഴാക്കിയില്ല. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലായിരുന്നോ? നിഖിൽ അമ്മയോടായി ചോദിച്ചു. ദൂരെ എങ്ങും പോയില്ല, പാർവതിയുടെ ഷഷ്ടിപൂർത്തിക്ക് പോയി. ഉടനെ വരികയും ചെയ്തു. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മ പറഞ്ഞത് കേട്ട് നിഖിൽ അച്ഛനോട് ചോദിച്ചു. അച്ഛാ, അച്ഛനോട് പറഞ്ഞിട്ടാണോ അവൾ പോയത്? ഇല്ല, ഞാൻ മുറിയിലായിരുന്നു. പോകുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയണമല്ലോ. കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാൻ നിന്റെ അമ്മയുടെ ഒപ്പം പോകാഞ്ഞത്, അച്ഛൻ പറഞ്ഞു. അത് കേട്ട് നിഖിൽ അച്ഛനോട് ചോദിച്ചു. അച്ഛാ, എന്നോട് പറയാതെ പോയത് ക്ഷമിക്കാം, അച്ഛനോട് പറയാതെ പോയത് തെറ്റല്ലേ? നിഖിൽ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു. നീ പണ്ടത്തെ കുട്ടിയല്ല, അവളുടെ ഭർത്താവാണ്. നീ അവളോട് പറയാതെ പിണങ്ങിപ്പോയി. അവൾ പോകുമ്പോൾ നിന്റെ അച്ഛനോട് എന്തിനു പറയണം?